ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശ്യാമ മേഡത്തിനേക്കാൾ വിലയിരുത്താൻ അറിയില്ലല്ലോ പ്രിയങ്കയ്ക്ക്. സർ, ശ്യാമമ്മയുടെ എന്റെ പേര് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ഇവിടുന്ന് ആ സ്ത്രീ എന്റെ ആരും അല്ലായിരിക്കും. പക്ഷെ അവരെന്നെ കൊണ്ട് സ്വത്തൊക്കെ എഴുതി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജന്മത്തെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കില്ലേ? അപ്പൊ അവർക്ക് എന്റെ അച്ഛനും അമ്മയെ കുറിച്ചൊക്കെ എല്ലാം അറിയായിരിക്കും. അതൊക്കെ പോട്ടു മോളെ. മോള് ഫിദ പറയുന്നൊന്ന് കേക്ക്. ഇതിനൊക്കെ എല്ലാത്തിനും കാരണം എന്നെ പ്രസവിച്ച ആ സ്ത്രീയാ. എന്നെ വലിച്ചെറിഞ്ഞ ആ സ്ത്രീ മാത്രം. അതുകൊണ്ടല്ലേ ഞാൻ അനാഥയായിട്ട് വളർന്നത്. അതുകൊണ്ടല്ലേ ഇങ്ങനെ എല്ലാവരും എന്നെ ദ്രോഹിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇതുവരെ കൊണ്ടുവന്ന് എന്നെ പറ്റിക്കാൻ നോക്കിയത്. എന്നെങ്കിലും ആ അമ്മ എന്റെ കൺമുന്നിൽ വന്ന് നിന്ന എന്റെ ഭഗവാൻ അവരെ എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ. ഒരുപാട് ചോദിക്കാനുണ്ട് എനിക്ക്. വലിച്ചെറിഞ്ഞവർക്ക് വേദനയൊന്നും ഉണ്ടാവില്ല. പക്ഷെ വലിച്ചെറിയപ്പെട്ടവർക്ക് അനുഭവിച്ചതിന് കയ്യും കണക്കും ഉണ്ടാവില്ല. എനിക്ക് ആരുടെയും സ്വത്തും പണവും സ്ഥാനവും ഒന്നും വേണ്ട. എന്നെ അന്വേഷിച്ച് എന്റെ അമ്മയും അച്ഛനും വരികയാണെങ്കിൽ അതും എനിക്ക് വേണ്ട. മരണം വരെ ഞാൻ അനാഥയായിട്ട് തന്നെ ജീവിച്ചോളാം. എനിക്കെന്റെ യശോദാമ്മയുണ്ടല്ലോ, ഫിദ മേഡം ഉണ്ടല്ലോ. നിങ്ങളൊക്കെ അമ്മയെന്ന് വിളിക്കുന്നതിനപ്പുറം ഒരു സന്തോഷവും എനിക്ക് വേണ്ട. നമുക്ക് പോവാം. അമ്മ കൊണ്ടുപോയി വിടാം മോളെ. ഇവിടെ അനുഭവിച്ച ഈ സങ്കടത്തിന് ഒരു സന്തോഷം മോളെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. വാ മോളെ. പെറ്റമ്മയാണെന്നൊരു വേഷം മാത്രമേ മേഡം രാധയ്ക്ക് മുന്നിൽ കെട്ടുന്നുള്ളൂ. പക്ഷെ ഒരേ സമയം ശ്യാമയായും ഫിദയായും മാറുന്ന ആളിന്റെ അടുത്ത മേഡത്തിന്റെ മത്സരം. എന്തായാലും ഈ മത്സരത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാ. ഇനിയുള്ള മാർഗം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം.
സാറിനെ ഒന്ന് ചെന്ന് കാണട്ടെ. മോള് പോയി കണ്ടിട്ടോ. ശരി. ഡയറക്ടർ കാര്യം പറയുമ്പോ എന്തൊരു സന്തോഷായിരിക്കും അവളുടെ മുഖത്ത്. പിന്നില്ലേ, കേൾക്കാൻ പോകുന്നത് ചെറിയ കാര്യമാണോ? ഏയ്, ഇങ്ങ് വാ. ഡയറക്ടർ എന്തിനാ വിളിച്ചേ? എനിക്കറിയില്ല, വന്നപ്പോഴാ വിളിച്ചത്. വന്നിറങ്ങിയപ്പോഴേക്കും എല്ലാവർക്കും നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? ഞാൻ കൊടുത്തൊന്നും അല്ല. ഓ, ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ ഫോൺ നമ്പർ ആണല്ലോ രാധിക മാഡത്തിന്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ അയാൾ വിളിച്ചത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന ചെറിയ വേഷം ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ എന്റെ പുറകെ നിന്ന് ഡാൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാനുമായിരിക്കും. പറ്റില്ല എന്ന് അപ്പൊ തന്നെ പറഞ്ഞേക്കണം, മനസ്സിലായോ? പറയാം. ആ രാധിക വന്നോ? എന്താ സർ? ആദ്യമേ തനിക്കൊരു കൺഗ്രാറ്റ്സ് പറയാം. താനാള് കണ്ടതുപോലല്ലോ. വലിയ വലിയ ഇടങ്ങളിലൊക്കെ ആണല്ലോ പിടി. എന്താ സർ? കുറച്ചു മുമ്പ് ശ്യാമ മാഡം വിളിച്ചിരുന്നു. ആക്ച്വലി നമ്മുടെ സിനിമയിൽ ഒരു സോങ് ശ്യാമ മാഡം ഇന്ന് പാടേണ്ടതായിരുന്നു. മേഡത്തിന് എന്തോ ത്രോട്ട് ഇൻഫെക്ഷൻ. റെക്കോർഡിംഗ് മുടക്കാനും പറ്റില്ല. ശ്യാമ മാഡം ആ പാട്ട് പാടാൻ മേഡത്തിന് പകരം രാധികയാണ് ശുപാർശ ചെയ്തത്. ഞാനോ? ശ്യാമ മാഡം അത്ര കോൺഫിഡൻസോട് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കിനി സംശയമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് നമുക്ക് സ്റ്റുഡിയോയിലേക്കൊന്ന് പോവാം. അയ്യോ, അത് അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും സർ. അല്ലാതെ സ്റ്റുഡിയോയിലൊക്കെ പോയി പാടുക എന്നൊക്കെ പറഞ്ഞ ശ്യാമ മേഡത്തിനേക്കാൾ വിലയിരുത്താൻ അറിയില്ലല്ലോ പ്രിയങ്കയ്ക്ക്. സർ, ശ്യാമമ്മയുടെ എന്റെ പേര് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ഇവിടുന്ന്